അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടാ. വെള്ളക്കൂരി, വലിയ ചുണ്ടൻ കൂരിയാണ്. അധികം വലുതല്ല, എന്നാലും ഒരു നല്ല വലിയ കൂരിയായിരുന്നു. കൂരി കറി വെച്ചതാണ് ഇത്. തേങ്ങയും ഒക്കെ കൂടി കൂട്ടി അരച്ച് ചേർത്ത് റെഡിയാക്കിയേക്കണ കറിയാണ് കേട്ടോ. പിന്നെ പാവക്കയാണ്. പാവക്ക വറുത്തരച്ച ടൈപ്പ് വെച്ചു, പക്ഷേ തേങ്ങയില്ല കേട്ടോ, അങ്ങനെ വെച്ച കറിയാണ്. പിന്നെ ഇത് മീനച്ചാറാണ്. ഇത് നമ്മുടെ മദാമക്കിട്ട അച്ചാറിൻ്റെ ബാക്കി ഒരു ഇച്ചിരി ഇരുന്നേച്ച് ഞാൻ ചെറിയൊരു കുപ്പിയിലാക്കി വെച്ചിട്ടാ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു അടിപൊളി സ്പെഷ്യലാണ് കേട്ടോ. കൂരി കിട്ടിയേക്കണേണ്, കൂരി. അപ്പോൾ ഒരു 1/2 കിലോ വെള്ളക്കൂരിയാണ് കേട്ടോ, ചുണ്ടൻ കൂരിയാണ്. അത് വാങ്ങിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല കറിക്ക്. അപ്പോൾ ഇന്ന് ഏതായാലും കൂരി കണ്ടപ്പോൾ കൂരിയാണ് കേട്ടോ പിടിച്ചേക്കണത്. നമ്മുടെ ക്യാമറമാൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കൂരി. അപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ 1/2 കിലോ മേടിച്ച്. 3 ഉണ്ടായുള്ളൂ. 1/2 കിലോ ഒരുവിധം വലുതായിരുന്നു, 3ആക്കി കട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ കറി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനേ ഇത്തിരി തേങ്ങയും കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ചതാണ് കേട്ടോ. അരപ്പാക്കി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അരപ്പ് കഴിയ വെള്ളവും കൂടി അങ്ങോട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൊടമ്പുളി ഒരു 5-6 കഷ്ണം കൊടമ്പുളി കട്ട് ചെയ്തതാണ്. നല്ല മുട്ടക്കൂരി ആയിരുന്നു കേട്ടോ, ഉണ്ട മുട്ട ഉണ്ടായി. മഞ്ഞക്കൂരി ചെറുതായിരുന്നു, അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചെറിയ ടൈപ്പാണ്, കയ്യിൽ കൂടി പിടിക്കാൻ പറ്റാത്ത ടൈപ്പായിരുന്നു. അത് കാരണമാണ് ഇത് വെള്ളക്കൂരി എടുത്തത്. ഇതിലേക്ക് ഇനി പച്ചമുളകാണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ കയ്യിൽ ഒരു 5-8 കാന്താരി മുളക് ഉണ്ടായി, വെള്ളക്കാന്താരി. അതും ഒരു 4 എരിവെള്ള മുളകും എന്ന് കിടക്കട്ടെ. ഇനി പച്ച വെളിച്ചെണ്ണ ഒരൽപ്പം ഒഴിച്ച് കൊടുക്കാം. ചാറത്ര മതി, അത് ഞാൻ നീണ്ടുപോയാൽ ശരിയാവില്ല. തിളക്കട്ടെ. അപ്പം നമുക്ക് ചാറ് നോക്കാം. ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. സമയത്ത് നമുക്ക് കൂരി ഇട്ട് കൊടുക്കാം. കൂരി നന്നാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഒരു 3 കൂരിയാണ് ഉള്ളത്. അതിൻ്റെ മുട്ടയുണ്ട്. മുട്ട ഞാൻ തേച്ചപ്പം തന്നെ എടുത്ത് പുറത്ത് വെച്ചിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ആകെ കുളമായി പോവും. ഇനി ഇരപ്പിക്കിടന്ന് നന്നായിട്ട് വെന്ത് പറ്റട്ടെ. മൂടി വെക്കാം. അപ്പം നമ്മുടെ കറി ഒന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ വെച്ചിട്ടൊരു 15-20 മിനിറ്റോളമായി തിളച്ചിട്ട്. ഇത്ര മതി. നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്യാം. ഒരല്പം പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയില്ലാതെ ഈ കറി വെക്കാം കേട്ടോ, പക്ഷേ ഇത്തിരി തേങ്ങയും കൂടി അരച്ച് ചേർക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. തേങ്ങ ഇടാതെയും വെക്കാറുണ്ട് ഞാൻ. ഇന്നൊരു അല്പം തേങ്ങ ഇട്ടു. അങ്ങനെ നമ്മുടെ കോരിക്കറി റെഡി ആയിട്ടുണ്ട്. ഒരല്പം ചാറേ ഉള്ളൂ. കോരിക്കൊരുവിധം വേവുള്ള മീനാണ്. അപ്പോഴേ നമുക്കിന്നേ
പച്ചക്കറിയായിട്ട് കിട്ടിയേക്കണത് പാവക്കയാണ് കേട്ടോ. അപ്പോൾ പാവക്ക ഞാൻ വറുത്തരച്ച ടൈപ്പാണ് വെക്കാൻ പോണത്, പക്ഷേ പീരയിടാതെയാണ് കേട്ടോ. പീരയിടാതെ വറുത്തരച്ച ടൈപ്പ് വെക്കാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. മല്ലിപ്പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. ഓട് കാച്ചണം എന്ന് പറയും. ഇത്ര മതി. പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ചെറുതീയാണ് ഞാൻ ഇട്ടിരുന്നത്. നമുക്കിനി കറി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പാവക്ക കറി വെക്കാം. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. പൊടി ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇതാണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്പം വാളംപുളിയാണ് ഇട്ട് കൊടുക്കുക. റെഡി ആട്ടെ. ഇപ്പം നമ്മുടെ പാവക്ക ഒന്ന് നോക്കാം. 5 മിനിറ്റ് ആയിട്ടോ തിളച്ചിട്ട്. ഉണ്ടോ, വറുത്തരച്ച കളർ തന്നെ കിട്ടി. അപ്പോൾ തേങ്ങയും ഒഴിവാക്കാം നമുക്ക്. ഇവിടെ ആവട്ടെ. അപ്പം നമ്മുടെ പാവക്ക നോക്കാം. പാവക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞങ്ങളുടെ വെന്ത് കുറുകിപ്പോരുത്, കടിക്കാൻ തന്നെ കിട്ടണം. അപ്പോൾ ഈ സമയത്തെ തീ ഓഫ് ചെയ്യാം. ഒരല്പം ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. അങ്ങനെ തേങ്ങയില്ലാതെ വറുത്തരച്ച ടൈപ്പ് പാവക്കക്കറി റെഡിയായി. അപ്പോൾ ഈ സംഭവം ഞാൻ കഴിക്കൂല കേട്ടോ. പൂരി ഞാൻ കഴിക്കാറില്ല. കഴിച്ചിരുന്നതാണ്, ഭയങ്കര ഇഷ്ടമുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം എനിക്കൊരു പണി കിട്ടി. കാരണം അന്ന് തൊട്ട് ഞാൻ പൂരി തൊടൂല കേട്ടോ. ഉപ്പും കൂടി നോക്കിയിട്ടില്ല, അതൊക്കെ നമ്മുടെ ക്യാമറമാൻ നോക്കിക്കോളും. അതിനാണ് ഞാൻ പാവക്ക ഇങ്ങനെ വറുത്തരച്ച ടൈപ്പ് വെച്ചേക്കണം കേട്ടോ. തേങ്ങ ഇടാതെ വെച്ചത്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. അത് ഇത്തിരി അധികം കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മീനച്ചാർ എടുത്തേക്കണം കേട്ടോ. മീനച്ചാറെന്ന് പറയുമ്പോൾ കേര കൊണ്ട് ഇട്ട അച്ചാറാണ് കേട്ടോ ഇത്. ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂരി നല്ല മുട്ടയുള്ള പൂരിയായിരുന്നു. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതൊക്കെ മുട്ടയാണ്, വേണ്ട മുട്ടയാണ് ഇത് മുഴുവനും.
ഉണ്ട മുട്ടയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതും കൂട്ടിയാണ് കഴിക്കാൻ പോണത് കേട്ടോ. എനിക്ക് പിന്നെ ഇതൊക്കെ മതി. ഞാൻ അച്ചാറും കൂട്ടിയാണെങ്കിലും കഴിക്കോട്ടാ. ഇങ്ങനെ മീൻ കറി വേണമെന്നൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ മീൻ വേണം. പാവക്ക വറുത്തരച്ച ടൈപ്പ് ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ, തേങ്ങയില്ലെങ്കിലും. മീനച്ചാറ് ഞാൻ ആദ്യമായിട്ട് കൂട്ടാൻ പണയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതാണ്, പുറത്തെടുത്തിട്ട് ഇന്നലെ രാത്രി പുറത്തെടുത്ത് വെച്ചാണ്. ഇപ്പോൾ 2-3 മാസമായില്ലേ, നന്നായിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്: കൂരിക്കറി, പാവക്കാക്കറി, മീനച്ചാർ. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്.